മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളിൽ അത് എഡിറ്റ് ചെയ്തത് കെ അബ്ദുൽ കരീമാണ്. അദ്ദേഹം ചിലത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അതിലുള്ള ഒരു ചാപ്റ്ററാണ് നാരി നരാപചാരി. ആ ടൈറ്റിലുള്ള ചാപ്റ്റർ തനി പിന്തിരിപ്പനാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൽ സ്ത്രീ വിരുദ്ധാണ് അങ്ങോളം. അതൊന്നും രണ്ടും കാര്യമല്ല. അത് ഇപ്പോൾ നമ്മുടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സജ്ന എന്ന ഹിസ്റ്ററിയിൽ ഗവേഷണം നടത്തിയ ഒരു ഗവേഷണം, അവരുടെ ഒരു പഠനം തന്നെ ഇതിലുണ്ട്. ഇതിപ്പോ മഖ്ദൂമിനെ നോക്കിയാലൊക്കെ അതുണ്ടാവും. മക്തൂമിങ്ങള് അവിടെ പറയാൻ പറ്റില്ല. തൂഫത്തുൽ മുജാഹിദീൻ അദ്ദേഹം ഫത്തുൽ മൊയ്നില് സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ പോലും ഫത്തുൽ മൊയ്ന്റെ ബാബു നിക്കാഹൊക്കെ പരിശോധിച്ച ഞങ്ങൾ ഈ വാദം മാറ്റി പറയും. അല്ല, ആ അംശങ്ങൾ ഉണ്ടാവും, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമിന്റെ ഒരു ടെക്സ്റ്റിന്റെ അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ മക്തി തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ച മൂസക്കുട്ടി എന്ന കൊച്ചിക്കാരനായ ഒരാള് ഒരു ലേഖനം എഴുതുന്നുണ്ട് സ്വദേശാഭിമാനി പത്രത്തിൽ. അത് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അതിന് മക്തി തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. മൂസക്കുട്ടിക്കൊരു മുക്കുത്തി എന്നാണ് അതിന്റെ ടൈറ്റില്. അത് സമ്പൂർണ്ണത്തിലില്ല കേട്ടോ, അത് സജ്നയുടെ ഗവേഷണ പ്രബന്ധത്തിലുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സലഫൈസേഷനെ, ആ വാക്ക് പറയാമെന്ന് എനിക്കറിയില്ല, വഹാബി വൽക്കരണത്തെ നമ്മൾ കേരളീയ മുസ്ലിം നവോത്ഥാനമായിട്ട് കണ്ടു. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് വളരെ സങ്കുചിതമായ ഒരു മതത്തിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. ഇപ്പോ സ്ത്രീകൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഇവിടുത്തെ അനാചാരമായി കണക്കാക്കിയത് മാല, മൗലൂദ്, വട്ടപ്പാട്ട്, പിന്നെ നമ്മുടെ കപ്പപ്പാട്ട്, പിന്നെ വേറെ ഈ ശുഹദാക്കളെ കുറിച്ചുള്ള പാട്ടുകൾ, ഇതൊക്കെ വലിയ അനാചാരമായിട്ട് ശരിക്കും അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അസറ്റ് എന്ന് പറയുന്നത്. അതിനെ തകർത്തു എന്നുള്ള നിങ്ങൾ ഈ പറയുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. പടപ്പാട്ട് അല്ല, തനി കേരളീയമായ ഒരു ഇസ്ലാം ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പോ ലോകത്തെല്ലായിടത്തും അതെ, പ്രാദേശികമാണ് ഇസ്ലാമുകളാണുള്ളത്, ഒരു ഇസ്ലാം അല്ല ലോകത്ത്. ഇപ്പൊ അഫ്ഗാനിലെ ഇസ്ലാം അല്ലല്ലോ കേരളത്തില്. ഇപ്പൊ സൈനുദ്ദീൻ മക്തൂം അദ്ദേഹം പൊന്നാനിയിലെ വലിയ പള്ളിയിൽ വിളക്കത്തിരുത്തുന്ന ചടങ്ങുണ്ട്, നമുക്കറിയാം. അത് അവിടെ വലിയൊരു വിളക്കാണ്. അവിടുന്ന് ഡിഗ്രി കൊടുക്കുന്നത്. നമ്മുടെ റാത്തീവുകളില് മൗലൂദിന്റെ നടുവില് നിലവിളക്കുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്. അതൊരു കേരളീയതയാ, അതിനൊരു ദോഷമില്ല. വെളിച്ചത്തിന് വേണ്ടിയായിരുന്നു. അല്ല, വെളിച്ചത്തിനല്ലത്, അത് സിംബോളിക്കാണ്. വെളിച്ചത്തിനാന്ന് ആയിക്കോട്ടെ, അത് സിംബോളിക്കായിട്ട് വെച്ചാൽ എന്താ കുഴപ്പം? പ്രാദേശിക അംശങ്ങളെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്യൂരിറ്റാനിസം വന്നപ്പോൾ വഹാബി ഇസ്ലാമില് എന്തേ ഉള്ളൂ? ശുദ്ധ ഇസ്ലാം. അവരുടെ നവോത്ഥാനം തന്നെ ഷിർക്ക്, തൗഹീദ്, ഈ ബൈനറി വെച്ചുകൊണ്ടാണ്. അങ്ങനെ ആവുമ്പോൾ സകല കേരളീയ അംശങ്ങളെയും അതിൽ നിന്ന് കുടഞ്ഞു മാറ്റേണ്ടി വരും. നിങ്ങളിപ്പോൾ പറഞ്ഞ പടപ്പാട്ടുകൾ ആന്റി കൊളോണിയലാണ് പലതും. അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും ഏതും. അത് ഒരേ സമയം അതിനെ ഇവരെ എതിർക്കും തന്നെയാണ് ബ്രിട്ടീഷുകാരെ നിരോധിച്ചത്. അപ്പൊ ചേർത്ത് വായിച്ചാൽ അപകടം ഉണ്ട് അതില്. ഇനി നോക്കുക, ശുഹദാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ. ശുഹദാക്കൾ എന്ന് പറയുന്നത് ഏതാണെങ്കിലും കേരളത്തിൽ നല്ലൊരു ശതമാനം പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതിയവര്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവര്, ഡച്ചുകാർക്കെതിരെ പൊരുതിയവർ, ഇതൊക്കെയാണ് ഇവരുടെ ഓർമ്മകളെ. അതെ, ഇവരുടെ ഓർമ്മകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമുദായത്തിന്റെ പോരാട്ട വീര്യത്തിനെയാണ് കെടുത്തുന്നത്. ആന്റി കൊളോണിയൽ പേടി അതായിരുന്നു. ഈ വാരിയംകുന്നന്റെ ബോഡി കൊടുക്കാതിരുന്നത് പോലും ഇതൊരു എപിക് സെന്റർ ആവുന്നു. പക്ഷെ അവിടെ ഞാൻ അതിലേക്ക് വരാം. 1921 എന്താ സംഭവിച്ചെന്നുള്ള കൃത്യമായിട്ടൊരു ആന്റി കൊളോണിയലാണ് മുസ്ലിം നവോത്ഥാനം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കുക, മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഈ ശുഹദാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് കാവ്യങ്ങള്, ഇതെല്ലാം നിരോധിച്ചു. അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞു, നിരോധിച്ചു എന്നല്ല പറയേണ്ടത്, അതിനെതിരെ നിന്നു. ഏറ്റവും കൗതുകം സലഫി നവോത്ഥാനത്തിന്റെ കേരളീയ ഹിസ്റ്ററി എങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കോമഡി ആയിട്ട് പറയാറുണ്ട്, അള്ളാഹു, നബി, മാലിക് ബിൻ ദീനാറു സംഘവും, അത് കഴിഞ്ഞ സനാഉള്ള മക്തി തങ്ങൾ 1000 വർഷം ബ്ലാങ്ക് ആണെന്ന്. അല്ല, അതിന്റെ ഇടയിൽ എത്ര അംഗീകരിക്കാൻ പറ്റും അവർക്ക്? അതൊരു തെറ്റായ വായനയായിരുന്നു. നമ്മള് കേരളത്തിലെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അല്ല, ഇന്ത്യൻ ഓഷ്യൻ തീരത്ത് ഒട്ടാകെയുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൾച്ചർ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, മക്കയിൽ പോയാൽ ചിലപ്പം മരുമക്കത്തായം കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, തലശ്ശേരിയും ഇവിടെയൊക്കെ ഉണ്ട്, കോഴിക്കോടും ഉണ്ട് മരുമക്കത്തായ സിസ്റ്റമാണ്. അതൊരു കേരളീയ ഇസ്ലാമാണ്. ആ കേരളീയ ഇസ്ലാമിനെയാണ് സലഫി നവോത്ഥാനം ഇല്ലായ്മ ചെയ്തത്. അതിൽ ഈ പടപ്പാട്ടുകൾ, ഇപ്പൊ മാലപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലൊരു മൊഹീദ്ദിമാലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ യാസർ അറഫാത്ത് കക്ഷി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇതായിരുന്നു ഒരു വർഷം ഫുൾ ബ്രൈറ്റ്. ആ സമയത്ത് കക്ഷി ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന്
90ഓളം മാലപ്പാട്ടുകളാണ് കളക്ട് ചെയ്തത്. അന്ന് അതില് ആ, പ്രണയം വരുന്ന മാലപ്പാട്ടുകളുണ്ട്. ഇപ്പൊ ചന്ദ്രസുന്ദരി മാലപ്പാട്ട്, ആ, ഇപ്പോ മദമോഹിനി കുഞ്ഞാമിന മാലപ്പാട്ട്, അത് പ്രണയാണ്. ആ, കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ള മാലപ്പാട്ട്. ആ. ഇങ്ങനെ പല വിഷയങ്ങളാ മാലപ്പാട്ട്. അറബി മലയാളം എന്ന് പറയുന്നത് ഒരു റിച്ച് ട്രഡീഷണൽ ഭാഗമാണ്. ട്രഡീഷണൽ ഭാഷയാണ്. ഒരു സംശയം. ഇപ്പൊ കെ അബ്ദുൽ കരീം പറയുന്നുണ്ട് 6000ഓളം പദ്യഗ്രന്ഥങ്ങളും 1200ഓളം ഗദ്യഗ്രന്ഥങ്ങളും അറബി മലയാളത്തിൽ ഉണ്ടായിരുന്നു. ഈ കണക്ക് എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അതിൽ വലിയൊരു ഗവേഷകനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHR 1500-ന്റെ അടുത്ത് ടെക്സ്റ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വൈദ്യർ സ്മാരകത്തിലുണ്ട്, ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ ഒരു കുറച്ചുണ്ട്, 1000-400ഓളം വരും. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഞാൻ പോയിട്ടുണ്ട് ലണ്ടനിൽ, അവിടെ ഒരു 500-700 എത്രയോ ഉണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, ഇത് 6000ഓളം എന്ന് പറയുന്നത് ആ കൗതുകം മാറ്റി നിർത്തിയാൽ പോലും ഒരു 4000 ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിനോളം ശക്താണിത്. അതെ, അതെ. അതിന് അറബി കടപിടിക്കാവുന്ന മലയാളത്തിൽ സാധനം. ആ നോക്കിയാൽ കാലഘട്ടം കൂടിയാണ്. അല്ല 50ഓളം നോവലുകൾ. ചാർ ദർവേഷ് ഒക്കെ നമ്മളെ ഇന്ദുലേക്ക് മുമ്പാ വരുന്നത് അത് ശരി. ആദ്യത്തെ നോവലിന് ഉം, ഉം. അറബി മലയാളത്തില്. ഇപ്പൊ സഞ്ചാര സാഹിത്യം, സർക്കീട്ട് പാട്ടുകൾ, പാട്ടുകള്. അതെ, അതെ. ഇനി അഷ്ടാംഗ ഹൃദയം പോലുള്ള കൃതികളുടെ പരിഭാഷ, പിന്നെ വൈദ്യാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ശരി. വലിയൊരു ട്രഡീഷനെയാണ് സലഫികൾ എന്ത് ചെയ്യുന്നത്, തകർത്ത്. അല്ലെങ്കിൽ ഈ അതിലെ ഇവര് ചെയ്തത്. അതിനൊക്കെ നമുക്കൊരു ഒരു ഇൻഫ്യൂരിറ്റി അതെ, അതെ, മൈൻഡ് അതെ. ഉണ്ടാക്കി, ഒരു അതിനോട് അപകർഷത ഉണ്ടാക്കി. ഇതൊരു മോശം സാധനമാണ്. അല്ല. അതേസമയം ഇവിടുത്തെ 10-15ഓളം അറബ് മലയാള പത്രമാസികകൾ ഉണ്ടായിരുന്നു. അതില് ഒന്നൊഴികെ മുഴുവനും ഇത്തരം പ്രസ്ഥാനങ്ങളാണ് നടത്തിയത്. അൽ ബയാൻ ഒഴികെ സമസ്തയുടെ, അതെ, അതെ. ബാക്കി മുഴുവൻ ഇവരാണ്. അറബി മലയാളത്തെ ഉപയോഗിച്ചു ആദ്യ ഒരു ഘട്ടത്തില്, ഘട്ടത്തില് പക്ഷെ അറബി മലയാള ടെക്സ്റ്റുകളെ മുഴുവൻ റദ്ദ് ചെയ്തു. ഇവിടുത്തെ. അത് വലിയൊരു എന്താ പറയാ, ചരിത്രത്തോട് ചെയ്ത വലിയൊരു അക്രമമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിൽ ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിച്ചതുപോലെയുള്ള ഒരു ആ ഈ പ്യൂരിറ്റൻ മതത്തിന്റെ ഒരു പൊതു പ്രശ്നമാണത്. കാരണം ടെക്സ്റ്റിനെ മാത്രം നിലനിർത്തി അതിന്റെ കോണ്ടെക്സ്റ്റ്, അത് വന്ന വഴികളെ മുഴുവൻ തകർക്കുക എന്നുള്ളത് മൊത്തത്തില്. അല്ല, അതേസമയം കേരളത്തില് പലതരം നവോത്ഥാന മൂവ്മെന്റുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ സലഫിസത്തിന്റെ ഒരു ഒന്നേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ പലപ്പോഴും. ഇപ്പൊ ഞാൻ പറയാം, സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ ഹലീമ ബിബിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴാണ് ആളുകൾ ചർച്ച ചെയ്തത്? തീർച്ചയായിട്ടും 1918 ജനിച്ച് 2000 അവർ മരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അബ്ദുറഹിമാൻ മാങ്ങാട് മാഷ് തന്നെ മുഴുവൻ ഭാരതയന്ത്രിക അവരുടെ വർക്കുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവിടെ ഉണ്ട്, ബഷീർ ചെയറിൽ. ഞാൻ പറയാം, ആ സ്ത്രീ 1918 ജനിക്കുന്നു. 38 ഏകദേശം അവർക്ക് 20 വയസ്സ് ആകുന്ന ആ സമയത്ത് തിരുവല്ലയിൽ അവരൊരു സമ്മേളനം നടത്തുന്നുണ്ട് മുസ്ലിം സ്ത്രീകളുടെ. അതിൽ 300ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്നു. അതിൽ നിന്ന് ഒരു സംഘടന ഉണ്ടാക്കുന്നു, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹിളാ സമാജം. അതിൽ 1000കണക്കിന് സ്ത്രീകൾ മെമ്പർഷിപ്പ് എടുത്തിരുന്നു അക്കാലത്ത്. ഇനി അത് തിരുവിതാംകൂർ ആയതുകൊണ്ടായിരിക്കും അത് സാധ്യമായത്. തീർച്ചയായിട്ടും മലബാറിലെ അന്ന് സാധ്യമല്ല, ഇന്നും സാധ്യമല്ല. അല്ല, മലബാറിൽ പൗരോഹിത്യത്തിന്റെ പിടി കൂടുതലാണ്. അപ്പൊ അവിടെ നോക്കണം, അവിടെ കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ആ കാലത്ത് വന്നിട്ടുണ്ട്. അല്ല, അവിടെ വക്കം മൗലവിയുടെ ഒക്കെ പ്രവർത്തനം ഉണ്ട്, പല കാരണമുണ്ട്. ഇനി നോക്കുക, അവര് 38 മുസ്ലിം വനിത എന്ന മാസിക തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഭാരതയന്ത്രിക ആഴ്ചപ്പതിപ്പ്, അത് 46 47 ഭാരതയന്ത്രിക ദിനപത്രം. ഇതില് ഭാരതയന്ത്രിക മാസികയില് ആഴ്ചപ്പതിപ്പില് ചീഫ് എഡിറ്റർ, പബ്ലിഷർ, പ്രിന്റർ എല്ലാം ഹലീമ ബിബി. അതിന്റെ സബ് എഡിറ്ററായിട്ട് 2-3 പേരുണ്ട്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ, 2 വക്കം അബ്ദുൽ ഖാദർ, നമ്മുടെ എഴുത്തുകാരനായ വക്കം അബ്ദുൽ ഖാദർ, 3 വെട്ടൂർ രാമൻ നായർ. 3 പേര് സബ് എഡിറ്റേഴ്സ് ആണ്. ബഷീർ ഭാരതയന്ത്രികയുടെ സബ് എഡിറ്റർ ആയിരുന്നു. ബഷീറിന് മാത്രമല്ല ബഷീർ അതിൽ എഴുതിയിരുന്നു. ബഷീറിന്റെ പല കഥകളും അതിലാണ് വന്നത്. ബഷീറിന്റെ മാത്രമല്ല, ചങ്ങമ്പുഴയുടെ, അതേപോലെ ബാലാമണി അമ്മയുടെ, അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരുടെ ഒക്കെ രചനകൾ ഭാരതയന്ത്രികയിൽ വരുന്നുണ്ട്. ഭാരതയന്ത്രിക നല്ല സർക്കുലേഷൻ ഉണ്ടായപ്പോൾ അത് പിന്നീട് ദിനപത്രം ആയപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോയി. അത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോഴാണ് ഈ ഓഫറൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ SRCP ഒക്കെ വരുന്നത്. ആ ഘട്ടത്തിലായിരിക്കാം. പിന്നീട് അവർ കുറച്ചു കാലം പത്രപ്രവർത്തനത്തൊക്കെ മാറിയിരിക്കുന്നു. 1970 വീണ്ടും അവർ ആധുനിക വനിത എന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നു. അതിൽ എഴുതിയത് മുഴുവൻ സ്ത്രീകളാണ്. അപ്പോൾ അത് കുറച്ചു കാലം നിലനിന്നിട്ടുള്ളൂ. 2000 ഇവർ മരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അവരെ കുറിച്ച് പഠനം ഉണ്ടായില്ല എന്ന്. അവരെ കുറിച്ചുള്ള ആദ്യത്തെ 2 പഠനം വരുന്നത് ജയദേവികയുടേതാണ്. ഒന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിലും മറ്റൊന്ന് മാധ്യമത്തിലും, പിന്നെ ഇംഗ്ലീഷിലുള്ള ഒരു പഠനവും.
ഞാൻ അത് വെച്ചുകൊണ്ട് അന്ന് മാധ്യമത്തിൽ കുറെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ അവരുടെ പിന്നെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഇപ്പോൾ തലശ്ശേരിയിൽ വേറെ ചില സ്ത്രീകളുണ്ട്. ഇപ്പം ആയിഷ മായൻ, ആ സ്ത്രീ മദ്രാസിലും അതേപോലെ ബാംഗ്ലൂരിലൊക്കെ പോയി ഹയർ എഡ്യൂക്കേഷൻ നേടിയ ഒരു സ്ത്രീയാണ്. അവർ എന്താ പറയുക, സ്ത്രീകൾ സംഘടിക്കണം എന്ന ആശയം പറയുന്നുണ്ട്. പ്രാദേശികമായി എല്ലായിടത്തും മുസ്ലിം സ്ത്രീകൾ സംഘടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണം എന്നൊക്കെ വളരെ റവല്യൂഷണറി ആയിട്ട് സംസാരിച്ച ഒരു സ്ത്രീ. പക്ഷെ അവരെക്കുറിച്ചും കാര്യമായ പഠനങ്ങൾ വന്നിട്ടില്ല. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, മുസ്ലിം സ്ത്രീയെ എന്തോ മാറ്റി എന്നുള്ള രീതിയിൽ. അപ്പം മുസ്ലിം സ്ത്രീയുടെ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ അവസ്ഥ എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു സമൂഹത്തിൻ്റെ ചിത്രം നമുക്ക് കിട്ടുക സാഹിത്യത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോയിൻകുട്ടി വൈദ്യരുടെ 150 വർഷം പഴക്കമുള്ള കൃതിയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. അതിലെ നായിക ഹുസ്നുൽ ജമാൽ, അവർക്കാണ് അതിൽ മേധാവിത്വം. പ്രപ്പോസ് ചെയ്യുന്നു. നായകനും നായികയും വേർപെട്ടു പോകുമ്പോൾ 10 വർഷക്കാലം അവരെ തേടി നടക്കുന്നു, പല പ്രതിസന്ധികളും തരണം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ കർത്തൃത്വം, അത് പിന്നെ നായികക്കാ ഏജൻസി. രണ്ടാമത്തെ കാര്യം, പ്രണയം ഒരു നവോത്ഥാനമായിട്ട് അവിടെ മാറുന്നുണ്ട്. ഒന്ന്, ഇനി അവിടുന്ന് വന്ന് പുലിക്കോട്ടിൽ ഹൈദറിന്റെ പിന്നെ മറിയക്കുട്ടി കത്തുപാട്ട്, ബെല്ലാരി ജയിലിലടച്ച ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട, അതിൽ കൃത്യമായിട്ട് കുടുംബഘടന, ലൈംഗികത പലതിനെയും ചോദ്യം ചെയ്യാണ്. അപ്പൊ അപവാദത്തിനുള്ള മറുപടിയാണ്. അതെ. അപ്പൊ ആ രീതിയിൽ ഇനി നോക്കുക, സാഹിത്യത്തിലുള്ള സ്ത്രീ എന്ന് പറയുന്നത് കരുത്തുറ്റതാ മുസ്ലിം സ്ത്രീ. ഇതേ സമയത്ത് തന്നെ സാഹിത്യ ആവിഷ്കാരങ്ങളിൽ നവോത്ഥാന പിന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ബഷീറിന്റെ ഇന്റുപ്പു പാക്കറാന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു സ്വദേശ കൃതിയാണ്, നവോത്ഥാനത്തിനെ കുറിച്ച് പറയുന്ന കൃതിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, പൊതുവെ മലബാറിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നാടകം, അഭിനയം ഇതിനൊക്കെ എതിരാണല്ലോ. പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പ് എന്ന് പറയാം, മുസ്ലിങ്ങളുടെ നാടക സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ തിരുവിതാംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഒരു വലിയ അവിടുത്തെ ഗാന്ധി എന്നറിയപ്പെട്ട ഒരാളുണ്ട്, ഒരു മുഹമ്മദ് കണ്ണ്, അങ്ങനെ പേര് വേറെയുണ്ട് കണ്ണുകൾ നമുക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു നാടകമുണ്ട്, വിപ്ലവം അഥവാ സാഹിദ എന്നുള്ളത് ഒരു പേരാണ്. ഈ നാടകത്തിലെ തീം ഒരു പുരോഹിതൻ, ഒരു തങ്ങള്, ഒരു നാട്ടുപ്രമാണി, 3 പേരാ. ഈ മുക്കൂട്ട് മുന്നണി ചെയ്യുന്നത് ആ നാട്ടിൽ വരുന്ന എന്ത് നവോത്ഥാന പ്രവർത്തനത്തിനെയും എന്ത് പോസിറ്റീവിനെയും തകർക്കലാണ്. അങ്ങനെയാണല്ലോ അത്. പണ്ട് ഹെമിംഗ്വേ നമ്മളെ വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, നാട്ടിൽ ഒരു അധ്യാപകൻ ഉണ്ടാവും മാറ്റം കൊണ്ടുവരുന്നത്, എന്നാൽ അതിനെയൊക്കെ തകർക്കാൻ ഒരു പുരോഹിതനും ഉണ്ടാവും അവിടെ നിന്ന്. ഇതേപോലെ ഈ 3 പേര് എല്ലാറ്റിനെയും തകർക്കുന്നു. അതിനെ ചെറുത്ത് നിൽക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മ. ഈ നാടകത്തിൽ 1930കളുടെ തുടക്കത്തിലാണ് ഈ നാടകം വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വേറെ ഈ നാടകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വെള്ളാട്ടി മസാല എന്ന് പറയുന്ന അറബി മലയാളത്തിലെ 2ാമത്തെ കൃതിയുണ്ട്, നമ്മുടെ മൊഹിദ്ദിമാലയ്ക്ക് ശേഷം വരുന്ന ഗദ്യകൃതി. അത് നാടകമായിട്ട് പിന്നെ 1930കളിൽ തന്നെ അരങ്ങേറുന്നുണ്ട്. അതുപോലെ നിലമ്പൂര് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നാടക സംഘം, അത് ഇടതുപക്ഷമായിട്ട് ആഭിമുഖ്യമുള്ളതാണ്. പക്ഷെ ഇടതുപക്ഷ നാടകങ്ങളിൽ, പ്രത്യേകിച്ച് KT മുഹമ്മദിന്റെ അടക്കമുള്ള നാടകങ്ങളിൽ അങ്ങേറ്റം മുസ്ലിം നവോത്ഥാനം മുമ്പോട്ട് വെക്കുന്നത്, അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോഴും അവരെ ഇല്ല. KT മുഹമ്മദ് എന്തുകൊണ്ടാ KTയെ ഉൾക്കൊള്ളാതെ പോയത്? തീർച്ചയായിട്ടും അത് പറയാം, മമ്മൂട്ടിനെ ഉൾക്കൊള്ളില്ല. മമ്മൂട്ടിയും പ്രേം നസീറും ഒക്കെ ഇപ്പൊ ഔട്ട് തന്നെയാ, അത് പറയാം. അപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് ഈ സലഫി വഹാബി നവോത്ഥാനത്തിന്റെ പിടികൊണ്ടാണ്. അതിന്റെ അളവ് പോലും വെച്ച് നോക്കിയാൽ ഇവരൊക്കെ പുറത്താണ്. അതൊക്കെ പോട്ടെ, യൂസഫ് അലി കേച്ചേരിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ ഈ കമ്മ്യൂണിറ്റിക്ക്? ഏതോ ഒരു കവിതയുടെ പേരില്ല, അതെ, അഹൈന്ദവം. അദ്ദേഹം മക്കത്ത് പോയതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതോടുകൂടി ഞാനതിൽ അഭിനന്ദിക്കുക, ചന്ദ്രിക ആഴ്ച പതിപ്പ് യൂസഫ് അലി കച്ചേരി പതിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഡിറ്റർ ആയപ്പോ. കാരണം കക്ഷിക്ക് അറിയാം ആളാരാണ്. ലഗസിന്റെ കാലം മുതലേ അതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഏത് ഡിഫറെന്റ് വായനകളെയും ഉടനെ മതവിരുദ്ധം നാക്കുന്നത് ഈ സലഫിസത്തിന്റെ ഒരു പിടികൊണ്ടാണ്. പക്ഷെ സലഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കുറെ മുജാഹിദ് സംഘടന എന്നുള്ള ഇലക്ക. അങ്ങനല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ സലഫി വൽക്കരണത്തിന് വിധേയായി കൊണ്ടുവെക്കുന്നത് സുന്നി സംഘടനകളാ, AP സുന്നി അടക്കം. അത് ഈ ടെക്സ്റ്റിലേക്കുള്ള മടക്കത്തിന്റെ ഒരു പ്രശ്നമാണ്.
ഇപ്പൊ നമ്മളെ വല്യന്മാര് ഉള്ള കോലത്തിലല്ലല്ലോ ഇപ്പോഴത്തെ സുന്നി സ്ത്രീകളുള്ളത്. ഒറ്റ സംഗതി സുന്നി അതാണ്. സ്ത്രീകളുടെ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ റൂമിക്കൊരു ഫോട്ടോ അയച്ചു. 1920 മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോ. വളരെ പവർഫുൾ ആണ് അവർ. ആ ഇരുത്തത്തിൽ പോലും ഒരാളും ഒരു 25 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടില് പ്രമാണിച്ചികളായ സ്ത്രീകളില്ലായിരുന്നോ? മധ്യസ്ഥം പറഞ്ഞിരുന്ന സ്ത്രീകളില്ലായിരുന്നു. അല്ല, ഇതൊന്ന് 25 കൊല്ലം മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞത്. വേഷത്തിൽ തന്നെ പറയാം. ഈ സലഫി വഹാബി നവോത്ഥാനം ചെയ്തത് അത്രത്തോളം അങ്ങനെ നടന്നിരുന്ന സ്ത്രീനെ മൊത്തം മുഖം മറപ്പിക്കുക ചെയ്തത്. അവരുടെ ഐഡന്റിറ്റി ഇല്ല, എന്നിട്ട് അവരെന്തോ ഇത് മഹാസംഭവമാക്കുകയാണ് ഒരു ഭാഗത്ത്. ഇത് നിങ്ങൾ പറഞ്ഞ നാട്ടുമൂപ്പന്മാരായ നാട്ടു ന്യായങ്ങൾ പറയുന്ന സ്ത്രീകളുണ്ടല്ലോ, ഇതെന്തുകൊണ്ട് നമ്മൾ അറക്കൽ രാജവംശത്തെ കുറിച്ച് പറയുന്നില്ല? തീർച്ചയായിട്ടും 28 രാജാക്കന്മാരില് 12 സ്ത്രീകളാണ്. 12ഓ 15ഓ സ്ത്രീകള്, കൃത്യമായ റെക്കോർഡുള്ള സ്ത്രീകളെ ഞാൻ പറയുന്നത്, ഹിസ്റ്ററി. അവര് മുത്തവല്ലിമാര് മാത്രമല്ല, മാസപ്പിറവി അടക്കം ഉറപ്പിച്ചിരുന്ന അവരാ. അവരുടെ ഭരണപ്രദേശം അവിടുത്തെ ശരിക്കും ഭയങ്കര കൗതുകരമായ പഠനമായിരിക്കും കേട്ടോ. അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള സമീപനങ്ങള്. അല്ല, അതിലൊരു PhD ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിറാജ് എന്ന് പറയുന്ന മൊഗേരി കോളേജിലെ അധ്യാപകൻ. എന്താണ് അതില് ഇവരുടെ ഹിസ്റ്ററിയാണ്. ഞാന് എന്റെ സുഹൃത്താണ്. അതില് ഈ സ്ത്രീകളുടെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസിൽ നിന്ന് അവരാരും മുഖവും മറച്ചിട്ടല്ല ഇരിക്കുന്നത്. 1990 വരെയും ഹൂർലിൻ പർദ കമ്പനി വരുന്നത് വരെയും ഇതില്ല. ഇപ്പോ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞങ്ങളെ ഫറൂഖ് കോളേജിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പോയാൽ ക്ലാസ് ഫോട്ടോസ് ഉണ്ട്, ഒരു 70 തൊട്ടുള്ള ഫോട്ടോസ്. അതിൽ നമുക്ക് അതിന്റെ ഇവല്യൂഷൻ ഇങ്ങനെ കാണാം. അത് തട്ടം വന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അവിടെ അങ്ങനെ മുഖം മറച്ചിട്ടില്ല. പക്ഷേ അല്ല, അവിടെ അത്ര ഉണ്ടായിട്ടില്ല. പക്ഷെ ചില കോളേജുകളിലെ യൂണിഫോം തന്നെ മുഖം മറക്കലാണ്. ഇതിന് ഞാനിപ്പോ പറയുന്നതിന് വലിയ കൗണ്ടർ ഉണ്ടാവും. ഇത് ഭയങ്കര നവോത്ഥാന വിരുദ്ധ നവോത്ഥാനം അല്ല സംഭവിച്ചത്. കേരളത്തിൽ സലഫി നവോത്ഥാനം എന്ന് പറയുന്ന വഹാബിവൽക്കരണം കൃത്യമായി റിവൈവലിസ് ആയിരുന്നു. ഒട്ടും നവോത്ഥാനം അല്ലത്. നവോത്ഥാനത്തിന്റെ എലമെന്റ് അല്ല അതിലുള്ള. പിന്നെ അവര് പറയൂ സ്ത്രീ വിദ്യാഭ്യാസം, അതൊക്കെ ഞാൻ പറയുന്ന പൂർണ്ണാർത്ഥത്തിലല്ലേ. ഇപ്പൊ വക്കം മൗലവിയുടെ കോൺട്രിബ്യൂഷൻ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതിൽ കടുത്ത യാഥാസ്ഥിതിക പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇപ്പൊ വക്കം അബ്ദുൽ ഖാദർ, KM മൗലവി ഫോർ എക്സാമ്പിൾ, വലിയ നവോത്ഥാന നായകരായിട്ടാണ് കൊണ്ടാടപ്പെടുന്നത്. അദ്ദേഹം സൗദി രാജാവിന് എഴുതിയ ഒരു നിവേദനം, ആ നിവേദനം KK അബ്ദുൽ കരീം എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സൗദി രാജാവിനോട് കുറെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങേറ്റ രാജസ്തുതിയാണ് അതിന്റെ തുടക്കം. പേജുകളോളം രാജസ്തുതി, നിങ്ങളാണ് ഞങ്ങളെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എത്തിക്കുന്നത് അതിലും കടുത്ത വാക്കുകളാ രാജസ്തുതി. അതിനുശേഷം പറയുന്നത് ഞങ്ങൾ അവിടെ വന്നു, ഹജ്ജിന് പോയതായിരിക്കാം, അപ്പൊ ചില വേണ്ടാത്തതൊക്കെ കണ്ടു. എന്താ ഒന്ന്, സൊലൂണുകൾ, ബാർബർ ഷോപ്പ് കണ്ടു, അപ്പൊ താടി വടിക്കുന്നു, അത് ശരിയല്ല, ഹറാമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇടപെടണം. നമ്മളെ നവോത്ഥാന ആവശ്യപ്പെടുന്നത്. 2, റേഡിയോന്ന് സംഗീത ഗാനാദികൾ കേൾക്കുന്നു, അതാണ് അതിന്റെ വാക്ക്. സംഗീതം പാടില്ല. അപ്പോ അതിന്റെ പിൻഗാമികളെ നമ്മളിപ്പം കാണുന്നുണ്ട്. ഇന്ന് ഇതേ ഭാഷയിൽ സംസാരിക്കണ മുജാഹിദ് ബാലുശ്ശേരിയാണ്. അല്ല, മുജാഹിദ് ബാലുശ്ശേരിന്റെ ഏട്ടനായിരുന്നു അത്. ഇനി അദ്ദേഹം മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട് അതിൽ കത്തുകളില്. അവിടെ ഈ ഓഫീസിലൊക്കെ പോയപ്പോ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് പാടില്ല, ഫോട്ടോ പാടില്ല. ഫോട്ടോ, സംഗീതം, താടി വടിക്കൽ എല്ലാം പ്രശ്നമാണ്. ഈ നവോത്ഥാനത്തിന്റെ എലമെന്റ് എന്താന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിലുള്ളത്. ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സ്വീകരിക്കാം. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, 1800 അവസാനം മുതൽ ഇവിടെ നാരായണ ഗുരു, അയ്യങ്കാളി, ഇങ്ങനെ വരുന്ന ഒരുപാട് നവോത്ഥാന നായകര്. രണ്ടാമത്തത് പിന്നെ അച്ചടിയുടെ വ്യാപനം, പത്രമാസികകൾ വരുന്നു, സംഘടനകൾ വരുന്നു, പിന്നെ പൊതുമണ്ഡലം രൂപപ്പെടുന്നു, എല്ലാവരും ഓരോ സ്കൂളിൽ പോയി പഠിക്കുന്നു. ഈ ബോധ്യങ്ങളൊക്കെ വരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിങ്ങളുടെ ഇത് വലിയ ഉണർവുണ്ടാകുന്നത്. അല്ലാതെ ഒരു നവോത്ഥാന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നടന്നു കേരള മുസ്ലിങ്ങളില് നവോത്ഥാനം ഇല്ല. കേരളത്തിൽ തന്നെ നടന്നത് KN പണിക്കര് പറയുന്ന ജാതിമത പരിഷ്കരണം. അല്ലാണ്ട് യൂറോപ്പിൽ ഉണ്ടായതുപോലെ യുക്തിബോധവും ശാസ്ത്രബോധവും ഇതൊന്നുമില്ല ഇവിടെ ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ വലിയ നവോത്ഥാന മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ വർത്തമാന അവസ്ഥ നോക്കുക. ആട് മേച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നിലമ്പൂര് കേന്ദ്രീകരിച്ച്. ഇപ്പൊ എനിക്കുണ്ടോന്ന് അറിയില്ല. അല്ല, അതെന്തോ ആട്ടെ, അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു പ്രിമിറ്റീവ് മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് മംഗൾയാൻ ആകാശത്തിലേക്ക് പോയ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ പിന്നോട്ട് ഓടുക. ഒരു ഗോത്രവർഗ ഇസ്ലാം അവിടെ രൂപപ്പെടുകയായിരുന്നു. ഒന്ന്.
ഇനി ഈ ആട് മേച്ച് പോകുന്നതിന്റെ ഒരു സംഗതി എന്താ അറിയോ, ഉം. ഈ മുസ്ലിങ്ങളുടേതല്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന, മതപരമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കലർപ്പുണ്ടല്ലോ, ഉം. അത് ഒഴിവാക്കാൻ ഞങ്ങളുടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ള Community. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ആ, അത് ലോകത്ത് പല സ്ഥലത്തും സലഫികൾക്കുണ്ട്. ഈ ഞാനതില് യമന യമനിലെ ദമ്മാജ്, ഉം. തിയോ ദമ്മാജിന്റെ കോപ്പിയാ ഇത്. അതെ അതെ, ദമ്മാജിന്റെ കോപ്പിയാണ്. തിയോ പാറ്റ്നോസ് എന്നിട്ട് പറഞ്ഞ അമേരിക്കൻ പത്രപ്രവർത്തകൻ ഉം. ഈ ദമ്മാജിലേക്ക് നടത്തുന്ന ഒരു യാത്ര ഉണ്ട്. ഉം. അതാണ് ലോകത്തെ, അതാണ് പിന്നെ IS വരെ കാരണമാവുന്നത്. IS പറഞ്ഞാൽ എന്താ, ഇവിടെ IS പ്രീച്ച് ചെയ്ത സാധനം എന്താ, നിങ്ങൾ ഈ കലർപ്പുള്ള ലോകത്താ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല, നിങ്ങള് അതാണ് പ്യൂരിറ്റൻ ഇസ്ലാം. പ്യൂരിറ്റൻ. അപ്പൊ കേരളീയ ഇസ്ലാം എന്ന് പറയുന്നതും ഒക്കെ വിളക്കത്തിരുത്തുന്ന, അതെ അതെ അല്ലെങ്കിൽ നേർച്ച നടത്തുന്ന, അതെ അതെ ഇതൊക്കെ ചെയ്യുന്ന ഒരു കേരളീയ ഇസ്ലാമിനെയാണ് ഇത് തകർക്കുന്നത്. എന്നിട്ട് നോക്കുക, നവോത്ഥാനത്തിന്റെ നമ്മൾ 100 വർഷം കഴിയുമ്പോൾ അവിടുന്ന് ഒരുപാട് ഫോർവേഡാ പോണ്ടത്. അതെ. പക്ഷെ പോയത് ആടുമേക്കാനാ ഒന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാമ്രാജ്യത്വ ബന്ധം ഉണ്ടല്ലോ, അത് നമ്മൾ ചർച്ച ചെയ്യാതെ പോരുത് ഇക്കാലത്ത്. എത്ര എന്ത് പറഞ്ഞാൽ ഇപ്പൊ സൽമാൻ രാജാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് സഖ്യകക്ഷികളുടെ നിർദ്ദേശമായിരുന്നു ഇത് പ്രചരിപ്പിക്കുക എന്നുള്ള വിദേശങ്ങളിൽ ഈ സലഫിസം കാറ്റഗറൈസ് ചെയ്യാന്നുള്ള. അത് ഇപ്പം ഞങ്ങൾക്ക് ആ പ്രോജക്റ്റ് ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതന്റെ ഒരു പ്രസ്താവന ഉണ്ട്, ഏത് ഫലസ്തീൻ കത്തി ഗാസ തീരുകയാണ്, ഇവിടെ എല്ലാ മനുഷ്യരും അങ്ങേയറ്റം ദുഃഖിച്ച് നിൽക്കുമ്പോൾ ഈ ചുവലി എന്താ അബ്ദുള്ള മൗലവി എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്, ഗാസയിലെ ഫലസ്തീനിലെ അവസാനത്തെ കുട്ടി മരിച്ചാലും ബൈത്തുൽ മുഖദ്ദിസ് നഷ്ടപ്പെട്ടാലും ഇറാന്റെ സഹായം തേടരുത്, കാരണം അവര് ഷിയാണ്. ഈ ഷിയ എന്ന് പറയുന്ന കേരളത്തിൽ ഇവിടെ മിംഗ്ലായി ജീവിച്ചവരായിരുന്നു മുസ്ലിങ്ങളില്, സുന്നികൾ തന്നെ ഷിയ എലമെന്റ് ഉണ്ട്. ഇത് ഒരു പ്രസ്താവന. രണ്ടാമത്തത് ഒരു അക്കാഡമിക് സലഫി, അദ്ദേഹം അക്കാഡമിഷ്യനാണ്, പ്രിൻസിപ്പാളൊക്കെ അയാളാണ്, ഞാൻ പേര് പറയുന്നില്ല തൽക്കാലം. അദ്ദേഹം ഫേസ്ബുക്കിൽ നിരന്തരം അറബിയിൽ പോസ്റ്റ് ഇടുകയാണ്, ഇറാനിലെ ഓരോ നേതാക്കളും കൊല്ലപ്പെടുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് എത്തിക്കുന്ന സാമ്രാജ്യത്വ ദാസ്യം അവരറിഞ്ഞോ അറിയാതെയോ അവര് കരുതുന്ന ഇത് സുന്നി ഷിയ തർക്കമാണ്. സുന്നി ഷിയ തർക്കമല്ല അവിടെ നടക്കുന്നത്. ട്രംപിന് എന്ത് ഇപ്പൊ പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വത്തിന് ബേസ് പോലും ഈ സൗദി അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികളുടെ സാമ്രാജ്യത്വദാസിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാനായിട്ട് സന്ധി ചെയ്തൊരു സമുദായ ഐക്യവും ഒരു പശ്ചിമേഷ്യൻ ഐക്യവും ഉണ്ടായാൽ അവിടെ ഇസ്രായേലിന് നിലനിൽപ്പ് പോലുമില്ല. ആ രാഷ്ട്രീയവർക്ക് അറിയാഞ്ഞിട്ടല്ല. അല്ല, നമുക്ക് ഷിയാക്കളെ എതിർക്കാം, മറ്റേ വിശ്വാസം കുഴപ്പമില്ല. പക്ഷെ ഒരു മുഹൂർത്ത സാഹചര്യം എന്ന് പറയുമല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പക്ഷത്തല്ല ശരി, ഇറാന്റെ പക്ഷത്താണ്. അത്രയെങ്കിലും ഒരു പൊളിറ്റിക്കൽ ധാരണ എന്ന് പറയുന്നത് പോലും ഈ മതപുരോഹിതന്മാർക്കില്ല. പുരോഹിതന്മാരുടെ മാത്രമല്ല, ഭരണാധികാരികൾക്ക് ഭരണാധികാരികളുടെ പിടിയിലല്ല. ഇവിടെ നോക്കുക, സാമ്രാജ്യത്വ ദാസ്യം എന്ന് പറയുന്നത് അവരറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ. അപ്പോ സലഫിസത്തിന്റെ ഒരു ഹിസ്റ്ററി തന്നെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇതുമായിട്ട് ഒത്തുപോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, പടപ്പാട്ടുകളെ അവർ തിയററ്റിക്കലി എതിർക്കുന്നു, മറ്റവർ നിരോധിക്കുന്നു. ശുഹദാക്കളുടെ ഓർമ്മകൾ അവർക്ക് പ്രശ്നമാണ്, കാരണം ഇതൊരു ഇന്ധനാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ. അത് നോക്കിയാൽ മതി, അവിടെ സൗദിയിലെ എല്ലാ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇവർ തകർത്ത് കളഞ്ഞു. കാരണം അവിടെയൊക്കെ പിന്നീട് ഇത് റിവൈവ് ചെയ്യാനുള്ള സാധ്യത, അവരിപ്പോ ഒരു ഖുർആനും നബിയും അതിലപ്പുറത്തേക്കുള്ള കൾച്ചർ, ഇസ്ലാമിന്റെ വഴികളിൽ നടന്നു വന്ന കൾച്ചറിന് അവർക്ക് പേടിയാണ്. സലഫിസത്തിന്റെ ഒരു പൊതു ഭയങ്കര ഒരു കൗതുകം തോന്നിയത് കേരളത്തിലെ മുസ്ലിം പള്ളികളില് അതിന്റെ ആർക്കിടെക്ചർ നോക്കുക, അത് ക്ഷേത്ര സ്ട്രക്ചറാ കേരളത്തിൽ. ഞാൻ റൂമിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ അയച്ചിരുന്നു, ഒരു പള്ളിയിലെ മ്യൂറൽ പെയിന്റിങ്, മിമ്പറിൽ നിറയെ മ്യൂറൽ പെയിന്റിങ്. അതെ, അതെ, കുഞ്ഞോം പള്ളിയില് ഇത് 250-300 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളിയാണ് അത്. അവിടെ മിമ്പറിൽ, അവിടെ മാത്രമല്ല തൊട്ടടുത്ത പള്ളികളിലും മിമ്പർ നിറയെ മ്യൂറൽ പെയിന്റിംഗ് ആണ്. മ്യൂറൽ പെയിന്റിങ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അന്ന്. ആ പെയിന്റിങ് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അതെ, പെയിന്റിങ് പറ്റുന്നു. അതേപോലെ തന്നെ ആർക്കിടെക്ചറിൽ നിങ്ങൾ ചില പള്ളികളിൽ നോക്കുക, ചില ശില്പങ്ങൾ പോലെയുള്ള കാണാം. ഇപ്പൊ എൻ്റെ നാട്ടിലെ പള്ളിയിൽ ഒരു കൊലയൊക്കെ ഉണ്ടായിരുന്നു മിമ്പർമേല് തൂങ്ങുന്നത്. അതിപ്പം പറ്റില്ല, കാരണം എല്ലാം ഈ സലഫിസത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ എല്ലാം ഷിർക്കാ. ഷിർക്ക്, തൗഹീദ്, ഈ ബൈനറി വെച്ചുകൊണ്ടുള്ള നവോത്ഥാനം ഇവിടെ നടന്നത്. അതിന്റെ പ്രശ്നം ഇതിന്റെ എന്താ പറയാ പൊടിപ്പും തൊങ്ങലും സൗന്ദര്യം മുഴുവൻ നശിപ്പിച്ചു. നേരത്തെ പറഞ്ഞ എന്താ മുജാഹിദ് ബാലുശ്ശേരി എന്താ എന്തിനാ മ്യൂസിക് കേൾക്കുന്നത് ചോദിക്കുന്നത്.
എന്താണിത് സമുദായത്തിന് നൽകി, ലോകത്തിന് എന്ത് സംഭാവന, ഇതൊക്കെ പരസ്യം, ഇത് ഈ സമുദായത്തിന് ഉണ്ടാക്കുന്ന അല്ല, അതിന്റെ കോമഡി മുസ്ലിം കമ്മ്യൂണിറ്റീന്റെ കയ്യിൽ ഒരു ഗാനശാഖ ഉണ്ട്. സംഗീതം, ഇവിടെ മാപ്പിളപ്പാട്ടുണ്ട്, ഗസലുണ്ട്, കവാലിയുണ്ട്, ഈ നമ്മുടെ അമീർ ഖുസ്രുവും മറ്റേ എന്താ നിസാമുദ്ദീൻ ഔലിയൊക്കെ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടിച്ചവര്. അതേപോലെ പ്രവാചകന്റെ കാലം മുതലേ സംഗീതമുണ്ട്, എല്ലാം ഉണ്ട്. ബാങ്കും ഖുർആനൊത്തും എല്ലാം സംഗീതമായ. എന്നിട്ട് ഇവർക്ക് പറ്റില്ല എന്ന് പറയുമ്പോ മതം ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാരണം അങ്ങനത്തെ ചില ചങ്ങാതിമാരാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ വായനകൾ വരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വായനയാണ്. ഇപ്പൊ പ്രവാചകന്റെ 11 ഭാര്യമാർ നമ്മളൊക്കെ കേട്ടതാ, അത് 11 ശിഷ്യകളാണ് എന്ന പഠനം വരുന്നു. അതെ അതെ, മുസ്തഫ മൗലവി പറഞ്ഞത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നോക്കുക, സംബന്ധം എന്ന അസംബന്ധം എന്ന് വീട്ടിൽ പെട്ടത്തിരിപ്പാട് എഴുതിയിട്ടുണ്ട്. അവരെ നിർത്തി ആ വിവാഹ സമ്പ്രദായം. ഇവിടെ 4 കല്യാണം കഴിപ്പിക്കാൻ ഒരു സംഘടന ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. ഞാൻ ഇവിടെ ഒരു സാധനം ചെയ്തു, എന്താ അറിയോ, ഞാനിതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരു പയ്യൻ, അവന്റെ പണി എന്താ അറിയോ, ഹൈദരാബാദിൽ നിന്ന് ഇവിടുത്തെ കാക്കാമാർക്ക് 2ാം കല്യാണം കഴിച്ചു കൊടുക്കുക. അതിനൊരു ഒരു വലിയ സിസ്റ്റം പ്രോത്സാഹിപ്പിക്കുക. ഖുർആൻ പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇല്ല നിങ്ങൾക്ക് നീതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതൊരു വലിയൊരു സബ്ജക്റ്റായി, വേറൊരു സബ്ജക്റ്റ് അല്ല. അതാ ഞാൻ പറയുന്നത്, ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള പുതിയ റീഡിങ്സ് ആണ് വരേണ്ടത്. അത് നവോത്ഥാനം സ്തംഭിച്ചൊന്നുമല്ല. 1912 മരിച്ച സനാഉല്ലാ മക്തി തങ്ങൾ നമ്മൾ സ്തംഭിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അതിനുശേഷം വന്നവരെ ഉൾക്കൊള്ളുന്നു. അതേസമയം നമ്മൾ ഇതിന്റെ തമോഗർത്തങ്ങൾ എന്തെന്ന് ചർച്ച ചെയ്യുന്നു, അവര് പരിമിതികൾ ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ പുതിയ ഗവേഷണങ്ങളിൽ പുരുഷ നവോത്ഥാനം അല്ലെങ്കിൽ ഇവിടുത്തെ വഹാബി മൂവ്മെന്റ് തമസ്കരിച്ച്, അതാണല്ലോ നവോത്ഥാനം തിരിതിരിച്ച്, അതിന്റെ നിരവധി അല്ലാത്തത് നമ്മൾ കണ്ടെത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോ വിപ്ലവം എന്ന സഹീദ എന്ന നാടകം പോലുള്ള നാടക സംഘങ്ങള്, സ്ത്രീ കൂട്ടായ്മകള് ഒക്കെ ഇവിടെ ഉണ്ട്. ഹലിമ ബീബി, ആയിഷ മായൻ, ഇങ്ങനെ 1, 2 അല്ല, നിരവധി സ്ത്രീകൾ. ഇപ്പോ ന്യൂ അൻസാരി മാസികയുടെ ഒരു നബിദിന പതിപ്പിൽ 10ലധികം സ്ത്രീകൾ എഴുതിയിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ ആനുപാതികമായിട്ട് മുസ്ലിം സ്ത്രീ മുന്നേറിയിട്ടുണ്ടോ എഴുത്തില്? പോരാന്നാ ഞാൻ പറയാം. അതിന്റെ കാരണം ലിമിറ്റേഷൻസ് ഭയങ്കര. ഇവരെന്തോ വിമോചിപ്പിച്ചു എന്ന് കൊണ്ടുവന്നിട്ട് ഒതുക്കി നിർത്തുക ഇത്. ഇപ്പൊ നമ്മൾ പറയുന്ന കുടുംബാധിപത്യ പുരുഷാധിപത്യത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോയി. അതുകൊണ്ട് പല ഈ വനിതാ സംഘടനകളും, ഇപ്പൊ ഈ സലഫി ഇതിന്റെയൊക്കെ വനിതാ സംഘടന പുരുഷ സംഘടനയാണ്, അത് സ്ത്രീ സംഘടനയല്ല. കാരണം അവർ സംസാരിക്കുന്നത് പുരുഷന്റെ ലാംഗ്വേജിലാണ്. അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മള് ഒന്ന് രാമായണത്തിൽ നിന്ന് തുടങ്ങി, പിന്നെ നമ്മള് മുസ്ലിം നവോത്ഥാനത്തിലേക്ക് പോയി. ഈ നവോത്ഥാനം ശരിക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു നവോത്ഥാനം നടന്നിട്ടില്ല. ഇപ്പൊ ഇത് റിവേഴ്സിലേക്കാണ് പോകണം. ഇപ്പൊ ഇന്ത്യക്ക് ഒരു അനുഭവം എന്താ വെച്ചാല്, എന്റെ നാട്ടില് ഞാൻ പറഞ്ഞ പോലെ മധ്യസ്ഥൻ പറയുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സ്ത്രീയെ കാണാൻ സാധ്യമല്ല എന്നല്ല, അങ്ങനെ ഒന്ന് പറയാൻ പോലും സാധ്യമല്ല. ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ എങ്ങനെയാണ് നടക്കണമെന്നറിയാം. ശരിക്ക് അത്തരം ഒരു വായന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉറക്കെ പറയാൻ കഴിയുന്ന ലീഡേഴ്സ് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അല്ല, അവിടെ ഞാൻ ഒന്ന് അനുബന്ധമായിട്ട് പറയാം. ഇപ്പൊ സ്ത്രീകൾ ഇവിടെ പള്ളിയിൽ പോകുന്നു, പള്ളി പ്രവേശനം വലിയ സംഭവമാണ്. അതൊരു മൂലക്കൂടെ കയറും, ആ പോകുന്ന വഴി പോലും വൃത്തിയില്ല അദ്ദേഹം പറയാ. ഏതോ ഒരു മൂലക്ക് അവർ വന്നു പോകുന്നു. ഞാൻ ഇന്തോനേഷ്യയിൽ പോയി, അവിടെ ഒരു വലിയ പള്ളിയുണ്ട്, എന്താ 99 കുബ്ബകളുള്ള അസ്മാഉൽ ഹുസ്ന പള്ളി. അത് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള പള്ളിയാണ്. വേറെയും പള്ളി. അവിടെ സ്ത്രീകളെ നമുക്ക് കാണാം, ഇപ്പുറത്ത് സ്ത്രീകൾ ഇപ്പുറം പുരുഷന്മാർ നിസ്കരിക്കുന്നു. മലേഷ്യയിൽ ഞാൻ എൻ്റെ സുഹൃത്ത് ആബിദിന്റെ കൂടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ പള്ളി കമ്മിറ്റിയുടെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട് പുറത്ത്. അതിൽ ധാരാളം സ്ത്രീകളുണ്ട് കമ്മിറ്റിയിൽ. അപ്പോൾ അവിടെയൊക്കെ അത് ഷാഫി മദ്ഹബ് തന്നെയാണ്, സുന്നികളാണ്, ഒരു കുഴപ്പമില്ല, അവരിങ്ങനെയുള്ളത്. അത് സക്കറിയ എഴുതിയിട്ടുണ്ട്, നമ്മുടെ എഴുത്തുകാരൻ സക്കറിയ അവിടെ പോയപ്പോ പള്ളിയിൽ ഇമാമിന്റെ അടുത്തിരുന്ന് സ്ത്രീകൾ ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഇവിടെ പള്ളിയില് ഞാൻ തവണ ഈജിപ്തിലെ ഇതിനകത്ത് പോയ ഒരാളാണ്. നമുക്ക് ജുമാ നടക്കുന്ന സമയത്ത് ആണുങ്ങളുടെ ബാക്കില് കാണാവുന്ന രീതിയിൽ സ്ത്രീകളുണ്ട്. അവിടെ പറ്റും, ഇവിടെ പറ്റില്ല. ഇവിടെ പറഞ്ഞാൽ തല്ല. അല്ല, അത് ഞാൻ പറയുന്നത് അത് നമുക്ക് ദീർഘമായി സംസാരിക്കേണ്ട വിഷയങ്ങളായത്, ഓരോ വിഷയം എടുത്തിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, 1948 ഫറൂഖ് കോളേജ് തുടങ്ങുന്ന ആദ്യത്തെ മുസ്ലിം കോളേജ്, മുസ്ലിം മാനേജ്മെന്റ്, അതൊരു നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. സി സാഹിബിന്റെ വലിയൊരു സംഭാവന അതിലുണ്ട്. സി സാഹിബ് 15ഓളം സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരാളാണ്. അന്ന് ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കാൻ അവിടെ കിട്ടിയിരുന്നില്ല 48.
57-ലാണ് ഒരു പെൺകുട്ടി എന്ന് ആദ്യം പറഞ്ഞാൽ പഠിക്കാൻ 10 വരുന്നത്. കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ അതേ സമയം ഇപ്പൊ ഫറൂഖ് കോളേജിൽ 75-80% പെൺകുട്ടികളാണ്. ഇതാണ് ഗ്രാജ്വലി സംഭവിക്കുന്ന നവോത്ഥാനം. മാറ്റം. ഞാനെപ്പോഴും പറയും ഈ സമുദായത്തിലെ പെൺകുട്ടികള് ഇനി സമുദായത്തിന് വഴി നടത്തും. തീർച്ചയായിട്ടും അത് സംശയമില്ല. ഒരു സംശയമില്ല. അവര് നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ പ്ലസ് അവര് ഐഡന്റിറ്റി ഉണ്ട്. അത് വലിയൊരു മാറ്റം. അല്ല, അവർക്ക് ഐഡന്റിറ്റി ഉണ്ട്, അവര് പിന്നെ വായനയുണ്ട്, അവർക്ക് അഭിപ്രായമുണ്ട്, അവര് സംഘടനക്കുള്ളിലും പുറത്തും ഉള്ളവരുണ്ട്. എനിക്ക് തോന്നുന്ന പുരുഷന്മാരെക്കാൾ ഉഷാർ അവരാ. ഇപ്പൊ അവരുടെ കൂട്ടായ്മകളുണ്ട്, മുസ്ലിം കലക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് അതിലവരെല്ലാം ചർച്ച ചെയ്യുന്നു. ഇപ്പോ നിയമസഭയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നിയമസഭയിൽ തഹ്ലിയ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യത്തെ മുസ്ലിം വനിത എന്നുള്ള രീതിയിൽ ലീഗിന്റെ. പക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ അവിഭക്ത മുസ്ലിം ലീഗില്, സർവേന്ത്യ മുസ്ലിം ലീഗില് ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ആയിഷ റസൂൽ എന്ന് പറയുന്ന സ്ത്രീ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ട്. അവര് എന്താ പറയാ UP നിന്നാണ്. അതുപോലെ ഷാനവാസ് ഹുസൈൻ എന്ന് പറയുന്ന ലേഡി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ ബഹുഭാര്യത്വത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ജഹന്നാര ഷാനവാസ് ആ സ്ത്രീയുടെ പേര്. പിന്നെ അതേപോലെ തന്നെ വേറെയും സ്ത്രീകളുണ്ട്. ഫ്രം പർദ ടു പാർലമെന്റ് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയ സ്ത്രീയുണ്ട്. അവർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഓക്സ്ഫോർഡാണ് അവരെ പുസ്തകം ഇറക്കിയത്, ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ മുസ്ലിം ലീഗിലുണ്ട്. പക്ഷെ ഈ മുസ്ലിം ലീഗ് എവിടെ പോയി എന്നുള്ള ചോദ്യമല്ലേ. പിന്നീട് അല്ല, വിഭജനത്തിന് ശേഷം വന്ന മുസ്ലിം ലീഗില് പൗരോഹിത്യത്തിന്റെ പിടിയുണ്ട്. അവിടെ അവർക്ക് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫാത്തിമ തഹ്ലിയന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ര. ഞാൻ അവര് ജയിച്ചപ്പോ ട്രൂ കോപ്പിയിൽ ഒരു ആർട്ടിക്കിൾ ചെയ്തിരുന്നു. അതിൽ ഈ സ്ത്രീകളെ മുഴുവൻ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ അവരിവിടുന്ന് കുറെ പേര് പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ അവരവിടെ പോയിട്ട് മൊറോക്കോയിലെ അംബാസിഡർ ആയ ഒരു സ്ത്രീയൊക്കെ ഉണ്ട്. ഞാന് ഫാത്തിമ തഹ്ലിയന്റെ ജയത്തിന്റെ കാര്യം മനസ്സിലാക്കണം. എന്താ അറിയോ, അവിടെ അവരൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഈ CPM അവിടെ ഒരു ഡിഫെൻസീവ് പൊസിഷൻ എടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ കൗമിലെ കുട്ടി എന്നൊക്കെ പറയാതിരുന്നെങ്കിൽ ഈ സുന്നികളെ എന്നോട് തോൽപ്പിക്കുമായിരുന്നു. അവിടെ ഞാൻ മനസ്സിലാക്കിയ കാരണം അവരെന്ത് ചെയ്യും, കറക്റ്റ് പറയും പെണ്ണിന് വോട്ട് ചെയ്ത് പെണ്ണ് അധികാരത്തിൽ വരാൻ പാടില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ CPM അത് മനസ്സിലായില്ല. ഇതിന്റെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കണം. ഓലെന്ത് ചെയ്തു, അതിനെ മുസ്ലിം ഏകീകരണത്തിന് സാധ്യമാകുന്ന മുദ്രാവാക്യം അവിടെ കൊടുത്തു. അതുകൊണ്ട് തഹ്ലിയ ജയിച്ചു വന്നേ. ഇല്ലേ നല്ല വൃത്തിയിൽ കമ്മ്യൂണിറ്റി തോൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതെ. അത് CPM ഒരു അബദ്ധമായിട്ടാണ്. ഞാൻ പിന്നെ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വലിയ മുന്നേറ്റമാണ്. ഇനിയിപ്പോ ലീഗിൽ നിന്ന് ധാരാളം സ്ത്രീകൾ വരും. ഇപ്പോ അവര് പാണക്കാട് തങ്ങൾക്ക് തന്നെ അങ്ങനെ ഐഡിയ ഉണ്ടെന്നാ കേൾക്കുന്നത്. ഒരുപാട് ജില്ലാ പഞ്ചായത്തുകളിൽ സാരഥികളായിട്ട് സ്ത്രീകൾ വരുന്നുണ്ട്. അതൊരു വലിയ മാറ്റം. നമ്മൾ ഏതെന്ന് വരുന്ന മാറ്റത്തിന്റെ കാറ്റും വെളിച്ചവും കടക്കണല്ലോ. എവിടെന്ന് വന്നാലും അത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പഴയ മുസ്ലിം ലീഗില് ബഹുഭാര്യത്വത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് ഇന്ന് ചിന്തിക്കാൻ പോയിട്ട് ആ സ്ത്രീക്ക് അവിടെ അടുക്കാൻ പറ്റില്ല. ഇല്ല. അവര് ജഹന്നാര ഷാനവാസ് അവരുടെ പേര് അഖിലേന്ത്യാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അവര് എന്റെ ധാരണ ശരിയാണെങ്കിൽ പഞ്ചാബ് ഏരിയ എന്നാണ് വരുന്നത്. മതത്തിന്റെ വിമോചന വായനയാണ് സത്യത്തില് സാധ്യമാവേണ്ടത്. അല്ല, അതാണ് ഉണ്ടാവേണ്ടത്. അതായിരുന്നു നവോത്ഥാനം. അത് ശരിക്കും അമ്പുറന്തങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ എലമെന്റ്. പക്ഷെ ഇപ്പം പിന്നീട് വന്ന ഇതില് ഈ അക്ഷര വായനയാ പിന്നെ നടന്നത്. അക്ഷര വായന അപകടകര. ഇപ്പൊ മൊഹിദ്ദിമാല തള്ളാനെന്താ കാരണം, അക്ഷര വായനയാ. ഒരു കാവ്യത്തിന്റെ സൗന്ദര്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഒന്നും. അത് മൊഹിദ്ദിമാലക്കെതിരെ വലിയൊരു ആരോപണം എന്താ വെച്ചാല് അതിലെ ഈ ബിംബാരാധനകളും പിന്നെ അതിലെ കുറെ അവിശ്വസനീയ, അത് മാത്രമല്ല ഔലിയാക്കളെ കുറിച്ച് അങ്ങനെ തന്നെ പണ്ട് അത് അങ്ങനെ. ഇപ്പൊ കുപ്പിപ്പാട്ട്, അല്ല സോറി പക്ഷിപ്പാട്ട് എന്ന് പറയുന്നതൊക്കെ ഒരു കേരളീയ സാധനം. അതിനെതിരല്ലേ? അല്ല, പക്ഷിപ്പാട്ട് പാടില്ല, പാടാൻ പാടില്ല. കപ്പപ്പാട്ടും പാടാൻ പാടില്ല. കപ്പപ്പാട്ട് എന്ന് പറയുന്ന ഫിലോസഫി. അതും പാടില്ല. കപ്പപ്പാട്ട് പാടലും പാടിപ്പറയലും പാടില്ലെന്ന് പാണക്കാട് പൂക്കോയെന്ന് പറഞ്ഞ അതൊക്കെ പഴയ സാധനങ്ങളാ. പക്ഷെ കപ്പപ്പാട്ട് എന്ന് പറഞ്ഞ ജീവിതത്തിന് കപ്പലിനോട് ഉപമിക്കുന്ന പിന്നെ ഒരു ഫിലോസഫിക്കൽ കാവ്യാണ്. അതിലൊക്കെ ചില ഷിർക്കിന്റെ എലമെന്റുകൾ ഉണ്ട് എന്നാണ്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ നവോത്ഥാനത്തിന്റെ പ്രശ്നം. എല്ലാറ്റിനെയും ഷിർക്ക് തൗഹീദ് വെച്ച് അളന്നിട്ട് കവിതയെ പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇപ്പൊ നബിയുടെ പ്രകാശം എന്ന് പറഞ്ഞാല് നബി ഇങ്ങനെ ഒരു ലൈറ്റ് എന്നുള്ള ധാരണയില്ല. ഇമേജറികളെ മുഴുവനും മാത്രമല്ല മനുഷ്യന്റെ ഓറയെ കുറിച്ചാണ് പറയണത്. നൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകാശത്തെ കുറിച്ച് മാത്രമല്ലല്ലോ. അതാണ് ബഷീർ പറഞ്ഞത് വെളിച്ചത്തിന് എന്ത് വെളിച്ചം.
അതൊരു അത് വല്ലാത്ത വാക്കാ. ഖുർആൻ വാചക അതെ അതെ അതെ. നൂറുൻ അലാ നൂർ. നൂർ, അതാണ് ഞാൻ ആ. പറഞ്ഞത്. വെളിച്ചത്തിന് മേൽ വെളിച്ചം. അതെ അതെ. അതാണ് അതൊരു വെളിച്ചത്തിന് ഭയങ്കര വെളിച്ചം. സംഭവം. അല്ല, എന്താന്ന് വെച്ചാല് ബഷീറിനെ ഒരു നവോത്ഥാന എഴുത്തുകാരനായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ടോ? ബഷീർ, നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടുപോയൊരു സാധനം ഉണ്ട്. ഉം. മമ്മൂട്ടിനെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ മമ്മൂട്ടി, പറ്റാത്ത? പ്രേം മതത്തിന്റെ നസീർ, അതാണ് മതത്തിന്റെ ശുദ്ധമുഖം. മാത്രല്ല, മതത്തിന്റെ എല്ലാ പ്രാക്ടീസും ഉള്ള ആൾക്കാര് അവര് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കലയെ അംഗീകരിക്കാൻ അല്ല, പറ്റാത്തത് അഭിനയം കൊണ്ട് പാടില്ലെന്ന് ആര് അതെ, പറഞ്ഞു? അതെ. ഇബ്രാഹിം നബിയുടെ കഥയില് ഇബ്രാഹിം ഞാൻ നബി ചോദിക്കണ അതിൽ അങ്ങനെ എല്ലാ ഒന്നും പോണ്ട. വിഗ്രഹങ്ങളും എറിഞ്ഞ്, അതെ, ഞാൻ ചോദിക്കണം, അതിന് നമ്മൾ തെളിവിനൊന്നും പോണ്ട. അവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ സമുദായം എന്ന് ഈ സമുദായം പറയുന്നു, അന്നേ അവരിതിന്റെ ഭാഗമാവുള്ളൂ. അല്ലെങ്കിലും മതത്തിന്റെ മുഖം ബഷീറും മമ്മൂട്ടിയും പ്രേം നസീറും നമ്മുടെ ബാബുരാജും ഇങ്ങനെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, യൂസഫ് അലി കച്ചേരിയും എല്ലാം ഉൾപ്പെടുന്ന, ഞാൻ പറയാ ഇതെല്ലാം ചേർന്ന മതമാണ്. അല്ലാതെ ഈ എന്താ പറയുക, ഞാൻ രൂപഭാവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ വൃത്തികെട്ട വാദം ഉന്നയിക്കുന്ന ഇവരല്ല മതത്തിന്റെ മുഖം. അതാണ് തെറ്റിദ്ധരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം ഇപ്പൊ മുസ്ലിങ്ങളെ അവർ അധറായിട്ട് കാണുന്നത് പോലും ഇവരുടെ ഈ നരേഷൻസ്. അതുകൊണ്ടാണ് ഈ ഹെയ്റ്റിന് പോലും ഇവരാണ് ഇന്റഗ്രേഷൻ ഇല്ലാതെയാവുകയാണ്. ആ, പരസ്പരം ഒരു ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ, ഒരു ഇൻക്ലൂഷൻ, അതില്ലാതെയാകുന്നത് നമ്മളിലേക്ക് മാറുന്നതിനുള്ള ഒരു കാരണം കൂടി നമ്മൾ പറയണ്ടായിരുന്നു. പുറത്തുനിന്ന് ഹെയ്റ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മളിലേക്ക് ഒരു കണ്ണാടി നമ്മൾ വെക്കണമല്ലോ. അപ്പൊ എന്തായാലും സന്തോഷം, ഇത്ര സമയങ്ങൾ അനുവദിച്ചു. വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. നമസ്കാരം.